കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് എൻ്റെ പ്രിയമുള്ളവരെ കുടുംബജീവിതം എന്ന് പറയുന്നത്. ആ കുടുംബജീവിതത്തിൻ്റെ മനോഹാരിതയ്ക്ക് വേണ്ടി, മനോഹരമായ ഒരു സന്ദേശത്തിന് വേണ്ടി, മനോഹരമായ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ, എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ, തൻ്റെ ഭാര്യ എനിക്ക് എങ്ങനെയൊക്കെ സന്തോഷിക്കാൻ കഴിയുമോ, തൻ്റെ ഭർത്താവിനെ എനിക്ക് എങ്ങനെയൊക്കെ തൃപ്തിപ്പെടുത്താൻ, സന്തോഷിപ്പിക്കാൻ കഴിയുമോ, എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ ജീവിതം, കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പോഴാണ് കുടുംബജീവിതത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങൾ നമ്മൾ അറിയുന്നത്. ആ കുടുംബജീവിതത്തിന് വല്ലാത്തൊരു രസമുണ്ട്, വല്ലാത്തൊരു മാധുര്യമുണ്ട്. ആ മാധുര്യത്തിന്റെ പ്രിയമുള്ളവരെ അപ്പോഴാണ് നമ്മൾ ഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചില കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അതേപോലെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും ഒരിക്കലൊരു യാത്ര ഇങ്ങനെ പോവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് സഹാബത്തും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, ആയിഷ ബീവി അടക്കമുള്ളവർ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെയുള്ള സഹാബത്തിനോട് പറയുകയാണ്, യാ സഹാബാ, നിങ്ങളെല്ലാവരും മുമ്പിൽ നടന്നുകൊള്ളുക സ്വഹാബ. പടച്ചറബേ, ഇതങ്ങ് പറയുമ്പോ സ്വഹാബത്തെല്ലാവരും മുമ്പിൽ നടക്കുകയാണ്. എല്ലാവരും മുമ്പിലൂടെ ഇങ്ങനെ പോവുകയാണ്. തൊട്ടബേക്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ റസൂലും ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അതാവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ആയിഷ تعالي حتى أصابقك يا عائشة. എന്റെ കൂടെ നിങ്ങൾ ഓട്ട മത്സരത്തിലുണ്ടോ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട്, ആയിഷ, നീ എന്റെ കൂടെ ഓട്ട മത്സരത്തിന് പോരുന്നുണ്ടോ ആയിഷ? എന്റെ പ്രിയമുള്ളവരെ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത അത്ഭുതമാവുകയാണ്. ആയിഷ ബീവി അവിടുന്ന് പറയുന്നു, നബിയെ, നമുക്ക് കളിക്കാമല്ലോ, നമുക്ക് മത്സരം നടത്താമല്ലോ. പഠിച്ച റബ്ബേ, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് തീരെ തടിയുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും ഓട്ട മത്സരം നടത്തുകയാണ്. പഠിച്ച റബ്ബേ, തടി കുറവായതിനാൽ അന്നത്തെ മത്സരത്തിൽ ആയിഷ ബീവിയാണ് ജയിച്ചത്. ആയിഷ ബീവിയാണ് ജയിച്ചത്. അല്ലാഹുവേ, ദിവസങ്ങൾ കടന്നു പോവുകയാ, വീണ്ടും ഇതുപോലൊരു യാത്ര കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും അതാവിടുന്ന് പടച്ചറബേ ഇതുപോലെ യാത്ര നടത്തുമ്പോ കൂടെ ഒരുപാട് സ്വഹാബത്തുണ്ട്, ഒരുപാട് സ്വഹാബത്തുണ്ട്. സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറയുന്ന, സ്വഹാബ, നിങ്ങളെല്ലാവരും മുമ്പിൽ നടന്നു പോകണേ സ്വഹാബ, നിങ്ങളെല്ലാവരും മുമ്പിൽ നടന്നു പോകണേ സ്വഹാബ. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോ സ്വഹാബത്തെല്ലാവരും മുമ്പിൽ നടന്നു പോവുകയാണ്. സ്വഹാബത്തെല്ലാവരും നടന്നു പോവുകയാണ്. അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, ആയിഷ, നമുക്ക് ഓട്ട മത്സരം നടത്തുകയല്ലേ, നമുക്ക് ഓട്ട മത്സരം നടത്തുകയല്ലേ ആയിഷ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും ഓട്ട മത്സരം നടത്തുകയാണ്. ആയിഷ ബീവി അന്ന് കുറച്ച് തടിയുണ്ടായിരുന്നത്രേ. ആദ്യം നടത്തിയിരുന്നത് പോലെയല്ല, പിന്നീട് ആയിഷ ബീവി കുറച്ച് തടി വെച്ചിരുന്നു. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് റസൂലുള്ളാഹിയും ആയിഷ ബീവിയും ഓട്ട മത്സരം നടത്തുകയാണ്. അല്ലാഹ്
പടച്ചുറപ്പേ ആ മത്സരത്തിലോ അല്ലാഹുവിന്റെ റസൂലാണ് അത്രേ ജയിച്ചത്, അല്ലാഹുവിന്റെ റസൂലാണ് വിജയിച്ചത്. ആയിഷ ബീവി പരാജയപ്പെടുകയാ. എന്നിട്ട് അവിടുന്ന് റസൂലുള്ള പറയുകയാ, ഹാദിഹി ബിതിൽക, ഏ ആയിഷ, ഇത് അന്നത്തതിന്റെ പകരമാണ് ആയിഷ. ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജയിച്ച് കാണിച്ചത് ആയിഷ. അന്ന് നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ, അന്ന് നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ ആയിഷ. ഇന്ന് നിന്നെ ഞാൻ വിജയിച്ചല്ലോ, നിന്നെ ഞാൻ പരാജയപ്പെടുത്തിയെന്നോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് എന്റെ പ്രിയമുള്ളവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, അല്ലാഹുവേ പടച്ച റബ്ബേ, റസൂലുള്ളാഹി എത്രത്തോളം തിരക്കുകളാണ്. ഇന്ന് പല ഭർത്താക്കന്മാരും ഭാര്യയോടൊപ്പം ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല, ഭാര്യയോടൊപ്പം ഒന്ന് സംസാരിക്കാൻ മനസ്സ് വെക്കുന്നില്ല, ഭാര്യയോടൊപ്പം പടച്ച റബ്ബേ ഒന്ന് സന്തോഷം പങ്കിടാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല. തന്റെ ഭാര്യയോടൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ മനസ്സ് കാണിക്കാത്ത എത്രയോ പടച്ച റബ്ബേ ഭർത്താക്കന്മാരുണ്ടെന്നറിയോ. അല്ലാഹുവേ പടച്ച റബ്ബേ, ചില ഭാര്യമാരും അങ്ങനെ തന്നെയാണ്. തന്റെ ഭർത്താവൊന്ന് പുറത്തേക്ക് പോയാൽ ഭർത്താവ് വരുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന എത്രയോ ഭാര്യമാരുണ്ട്. അല്ലാഹ് ഭർത്താവിന്റെ കൂടെ ഇരുന്നിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ പടച്ച റബ്ബേ ഇന്ന് പല ഭാര്യമാരും തയ്യാറാകുന്നില്ല. പല ഭർത്താക്കന്മാർക്കും ഭാര്യമാരോട് നല്ല കലാമ് പറയാൻ, അവിടുന്ന് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ വാക്കുകൾ പറയാൻ ഇന്ന് തിരക്കുകളാണ്, വല്ലാതെ തിരക്ക് അഭിനയിക്കുന്ന കാലഘട്ടമാണല്ലോ. പടച്ച റബ്ബേ, റസൂലുള്ളാഹിന്റെ അത്രക്ക് തിരക്കെന്റെ പ്രിയമുള്ളവരെ ഇവിടെ നിങ്ങൾ കൊണ്ടോ? റസൂലുള്ളാഹിന്റെ അത്രക്ക് തിരക്കെന്റെ പ്രിയമുള്ളവരെ നമുക്കുണ്ടായിട്ടുണ്ടോ? അല്ലാഹ് റസൂലുള്ളാഹിന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കണേ ഉമ്മ. പടച്ച റബ്ബേ, വെറും 60 വർഷമാണ് റസൂലുള്ളാഹി ഭൂമി ലോകത്ത് ജീവിച്ചത്. പക്ഷേ ആ 60 വർഷത്തിന്റെ ഉള്ളിലായിട്ട് റസൂലുള്ളാഹി എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പ്രബോധനം നടത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉമ്മ എങ്ങനെയാകണം, ഒരു വാപ്പ എങ്ങനെയാകണം, ഒരു മകൻ എങ്ങനെയാകണം, പടച്ച റബ്ബേ എങ്ങനെയാണ് കുടുംബ ജീവിതം കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സമൂഹത്തോട് നമ്മൾ ഇടപെടേണ്ടത്, ഈ ലോകത്തെ കുറിച്ച്, വരാനിരിക്കുന്ന ലോകത്തെ കുറിച്ച്, പടച്ച റബ്ബേ ഈ ലോകത്ത് സെക്കൻഡുകളിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച്, ഈ ലോകത്തും അഖില ലോക ബ്രഹ്മാണ്ഡ ഘടകങ്ങളെ കുറിച്ച്, അല്ലാഹനെ കുറിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ ആയുസ് കൊണ്ട് ഇവിടെ പഠിപ്പിച്ചു പോയതോ. ഈ സമൂഹത്തിന് എന്റെ പ്രിയമുള്ളവരെ ഒരു പാഠമാക്കി തന്നിട്ടുള്ളത് ആ റസൂലുള്ളാഹിന്റെ അത്രയ്ക്കൊന്നും നമുക്ക് തിരക്കുകളില്ലല്ലോ, നമുക്ക് സമയത്തിന്റെ കൊടുസുകളില്ലല്ലോ. പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ നമ്മൾ അറിയുന്നില്ല. ആ കുടുംബ ജീവിതത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് തന്റെ ഭാര്യയോടും തന്റെ മക്കളോടും തന്റെ ഉമ്മയോടും ഒപ്പം ഇരിക്കാൻ പടച്ച റബ്ബേ ഒരു നല്ല വാക്ക് പറയാൻ നമ്മൾ സമയം കാണുന്നുണ്ടോ? നമ്മൾ നേരം കണ്ടെത്തുന്നുണ്ടോ? അവിടെയാണ് വാപ്പ നമ്മുടെ പരാജയം, അവിടെയാണ് ഉമ്മ നമ്മുടെ കുടുംബ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത്. എല്ലാവരും പറയുകയാണ് ഉസ്താദ് കുടുംബ ജീവിതത്തിലെ പരാജയമാണ്, കുടുംബ ജീവിതത്തില് സമാധാനമില്ല, എന്നോട് എന്റെ മക്കൾക്ക് വെറുപ്പാണ്, ഭാര്യയ്ക്ക് വെറുപ്പാണ്, എന്റെ ഭർത്താവിന്റെ വെറുപ്പാണ്, ഭർത്താവിന്റെ വീട്ടുകാർക്ക് എന്നോട് ദേഷ്യമാണ്. ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? അല്ലാഹുവേ പടച്ച റബ്ബേ, അത് കുടുംബ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അല്ലാഹുവേ കുടുംബ ജീവിതമുണ്ടല്ലോ
ഇമ്പമുള്ള ജീവിതമാക്കാൻ, കുടുംബ ജീവിതം ഇമ്പമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാം. നമ്മുടെ പരാതി എന്താണ്? കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ല. ആ സന്തോഷം ഇൻഷാ അല്ലാഹ് ഇന്നത്തോടു കൂടി നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് സന്തോഷം വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ ചില നിർദ്ദേശങ്ങൾ എനിക്കും നിങ്ങൾക്കും തരുന്നുണ്ട്. ഓരോ ബാപ്പമാർക്കും ഓരോ ഉമ്മമാർക്കും എൻ്റെ പ്രിയമുള്ളവരെ ചില നിർദ്ദേശങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്നുണ്ട്. അല്ലാഹുവേ പടച്ച റബ്ബേ, ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബജീവിതം നമുക്ക് സന്തോഷമാക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. റസൂലുള്ളാഹിയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഓട്ട മത്സരം നടത്തി. നിങ്ങളുടെ പുതിയാപ്പിളയുമായിട്ട് നിങ്ങളുടെ ഭാര്യയുമായിട്ട് നിങ്ങൾ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു മത്സരം നടത്തിയിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അതാണ് സന്തോഷം എന്ന് പറയുന്നത്, അല്ലേ? നമ്മള് വീട്ടിലേക്ക് ചില ആളുകൾ ഇങ്ങനെ കയറി വരും. ഇങ്ങനെ വരുന്നത് കാണുമ്പോ തന്നെ ഭാര്യക്ക് പേടിയാ, ഭർത്താവിന് മക്കൾക്ക് പേടിയാ ബാപ്പാനെ കാണുന്നത്. എന്തേ കാരണം? ഇങ്ങനെ മൂർപ്പിച്ച് പിടിച്ചിട്ടാ വരിക. എന്നെ കാണുമ്പോ എന്റെ ഭാര്യ ഇങ്ങനെ പുലിയുടെ മുമ്പിൽ പൂച്ച നിൽക്കുന്ന പോലെ നിൽക്കണം, എന്റെ മക്കൾ അങ്ങനെ നിൽക്കണം, അല്ലേ? ഇങ്ങനെ ചില കൺസെപ്റ്റുള്ള ചില ബാപ്പമാരുണ്ട്. അതുകൊണ്ടൊന്നും വിജയിക്കാൻ കഴിയുന്നില്ല. കുടുംബജീവിതത്തിൽ സന്തോഷം കാണാൻ കഴിയില്ല, അല്ലേ? കഴിയൂല. ബർക്കത്തുണ്ടാകില്ലല്ലോ. ആ കുടുംബജീവിതത്തിൽ എപ്പോഴും വഴക്കായിരിക്കും, എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും, അല്ലേ? 100% ഉറപ്പാണ്. അങ്ങനത്തെ കുടുംബങ്ങൾ നന്നായി എന്ന് എൻ്റെ പ്രിയമുള്ളവരെ, അത് സന്തോഷം അവിടെ ഭാര്യക്കോ മക്കൾക്കോ ആർക്കെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല അങ്ങനത്തെ കുടുംബത്തിൽ. എൻ്റെ ഭാര്യ, എന്റെ ഭർത്താവ്, ഇവർ എന്റെ മുമ്പിലും പടച്ച റബ്ബേ ഇവർ ഞാനും ഇവരും ഒരു വല്ലാത്ത ഫ്രണ്ട്സാണ് എന്ന രൂപത്തിൽ കൊണ്ട് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലൊരു ഫ്രണ്ട്സ് ആകണം. ആര്? ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം. നമ്മൾ കൂട്ടുകാരികളോട് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുക, അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അപ്പൊ നമ്മൾ കുടുംബജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. ഇന്ന് ഭർത്താവ് പോണത് ഭാര്യ അറിയില്ല, ഭാര്യ പോകുന്നത് ഭർത്താവ് അറിയില്ല, മക്കള് പോണത് ഉമ്മയും ബാപ്പയും അറിയില്ല, ഉമ്മയും ബാപ്പയും പോകുന്നത് മക്കളും അറിയില്ല. ഇതാണ് ഇന്നത്തെ കുടുംബജീവിതത്തിന്റെ അവസ്ഥ, അല്ലേ? പല കുടുംബജീവിതങ്ങളും അങ്ങനെയാണ്, കുടുംബങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് കുടുംബങ്ങളിൽ മക്കളെ കൊണ്ട് സമാധാനം കിട്ടാത്തത്, ഭർത്താവിനെ കൊണ്ട് സമാധാനം ലഭിക്കാത്തത്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചില കാര്യങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. അതാവിടുന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നല്ല നിലയിലുണ്ടല്ലോ, നിങ്ങൾ നല്ല നിലയിൽ നിങ്ങളെ ഭാര്യയോടും ഭർത്താവിനോടും നിങ്ങൾ ഇടപെടണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയാണ്, മഅറൂഫൻ നിലക്ക് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ഇടപെടണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇനി എന്താണ് മഅറൂഫ് എന്ന് പറഞ്ഞാൽ? അതാവിടുന്ന് മഹാന്മാര് പറയുകയാ, എന്താണ് മഅറൂഫ് എന്ന് പറഞ്ഞാൽ? അൽ മഅറൂഫ് കലിമത്തുൻ ഫൽഫാലത്തുൻ യദ്ഖുലു ഫീഹാ കുല്ലു ഷൈഇൻ ഹസനാ. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നന്മയാർന്ന കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലൂടെയെല്ലാം നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചലനം, നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകലാണ്.
നല്ല രീതിയിൽ നമ്മുടെ ഇടപെടൽ, നമ്മുടെ സംസാരം ഇതെല്ലാം നല്ല രീതിയിലാക്കലാണ് ആ മഅറൂഫ് നിലക്കുള്ള നമ്മൾ ഭാര്യയോടും ഭർത്താവിനോടുമുള്ള ഇടപെടൽ എന്ന് എൻ്റെ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കാം. മഅറൂഫ് നിലക്ക് നമ്മൾ ഇടപെടണം. ഇനി കുറച്ച് കാര്യങ്ങൾ ഇനി പറയുന്നു എങ്ങനെയൊക്കെയാണ് ആ മഅറൂഫ് നിലക്കുള്ള ഇടപെടൽ. ഇനി നമുക്ക് ആ മഅറൂഫൻ എന്ന നിലയ്ക്ക് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതാ ഇവിടുന്ന് ഒന്നാമതായിട്ട് പറയുകയാണ്, ഇബ്തിസാമുക ഫീ വജ്ഹിഹാ മഅറൂഫ്. ഭാര്യയോട് നീ നല്ല നിലയിൽ പുഞ്ചിരിക്കലാണ്. നിന്റെ പെണ്ണിനോട് നീ നല്ല രീതിയിലൊന്ന് പുഞ്ചിരിക്കലാണ്. അവളുടെ മുഖത്ത് നോക്കി നീ ഒന്ന് ചിരിച്ചാൽ അതുവരെ മഅറൂഫായ നിലക്ക് നീ ഇടപെടലാണ്. നല്ല രീതിയിൽ നിന്റെ ഭാര്യയോട് നീ ഇടപെടലാണ്. നിന്റെ ഭർത്താവിനോട് നീ ഇടപെടലാണ്. പുഞ്ചിരിക്ക, ഭാര്യയോട് പുഞ്ചിരിക്ക, ഭർത്താവിനോട് പുഞ്ചിരിക്കുന്ന പെണ്ണാവുക. ഭാര്യയോട് എപ്പോഴും നല്ല നിലയിൽ പുഞ്ചിരിച്ചിട്ട് സംസാരിക്കുന്ന, പുഞ്ചിരിച്ചിട്ട് ഇടപെടുന്ന കുടുംബജീവിതത്തിലെ ദമ്പതികളാകാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഖലിമത്തുൽ വത്ന തന്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന വാക്കുകൾ പരസ്പരം അവിടുന്ന് പറയലാണ്. ഭാര്യയോട് പറയലാണ്, ഭർത്താവിനോട് പറയലാണ്. ഭാര്യയ്ക്കൊരു വിഷമുണ്ട്, ഭാര്യയുടെ വിഷമം ആരോട് പറയണം? ഭർത്താവിനോട് പറയണം. ഭർത്താവിന്റെ വിഷമങ്ങൾ ഭാര്യയോട് പറയണം. മനസ്സമാധാനം കിട്ടുന്ന നല്ല വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളെ തുറന്ന് പറയലാണ്. അതേപോലെ തന്നെ നല്ല നിലയിൽ അവരോട് ഇടപെടലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കലാമുകൾ പറയൽ. ഈ കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ കുടുംബജീവിതം നമുക്ക് സന്തോഷമാക്കാൻ കഴിയുകയാണ്. അതാ വീണ്ടും അവിടുന്ന് പറയുന്നു, ഭാര്യയെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കല്. ഓരോ ഭർത്താവും തന്റെ ഭാര്യയൊന്ന് ചേർത്ത് പിടിക്കൽ. ആ ചേർത്ത് പിടിക്കലും നമ്മൾ ഭാര്യയോട് മഅറൂഫ് നിലക്കുള്ള ബന്ധമാണ്. നല്ല നിലയിൽ നമ്മൾ ബന്ധപ്പെടലാണ്. അവൾക്കൊരു വിഷമം വരുമ്പോ പടച്ചുറപ്പേ തന്റെ ഭാര്യയെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാം. ഇതും നല്ല നിലയിലുള്ള ബന്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, കുടുംബജീവിതത്തിന്റെ സമാധാനത്തിന് ഇത് നല്ലതാണ്. നല്ല ഐക്യമുണ്ടാകും കുടുംബത്തിൽ. വീണ്ടും അവിടുന്ന് മഹാന്മാര് പറയുകയാ, ഹദിയത്തും ബിമുനാസബത്തിൻ ഔ ദൂനഹാ മഅറൂഫ്. നിന്റെ ഭാര്യയ്ക്കൊരു പ്രത്യേകമായ ദിവസം കടന്നു വന്നാൽ ആ ഭാര്യയ്ക്ക് നീ ഒരു സമ്മാനം കൊടുക്കുക. നിന്റെ ഭർത്താവിന് നിനക്കൊരു നല്ല ദിവസം വന്നാൽ, നിന്റെ ഭർത്താവിന് നിനക്ക് നല്ലൊരു ദിവസം കടന്നു വന്നാൽ, ഭർത്താവിന്റെ ബർത്ത്ഡേയാണ്, ഭാര്യയുടെ ജനിച്ച ദിവസമാണ്, അന്നത്തെ ദിവസത്തിൽ പടച്ചുറപ്പേ ഭാര്യയ്ക്ക് നല്ല ഒരു ഗിഫ്റ്റ് കൊടുക്കുക, ഭർത്താവിന് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും ഒരു പുതുതായിട്ട് എന്തെങ്കിലും വന്നു, പരസ്പരമുള്ളൊരു സ്നേഹബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ചുറപ്പേ അവിടെ നിന്ന് സമാധാനത്തോടു കൂടെയുള്ള നല്ല ഒരു ഗിഫ്റ്റ് കൊടുക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഭാര്യയ്ക്ക് വന്നാൽ ഭർത്താവിന് വന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുക. കുടുംബജീവിതത്തിന്റെ ഇമ്പത്തിന്റെ കാരണമാണ്. ബന്ധം ഉറപ്പിക്കാൻ അല്ലെ ഒരു കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റ് ചെയ്യലാണ്. അത് നല്ലതാ അല്ലെ. നീ ബർത്ത്ഡേക്ക് നമ്മള് സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞു, ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ട് അന്നത്തെ ദിവസത്തിൽ നമ്മൾ കേക്ക് മുറിച്ചിട്ട് കയ്യും കൊട്ടി പാട്ടും പാടിയിട്ട് ആഘോഷിക്കാനുള്ളതല്ല അല്ലെ. ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യന്റെ ആയുസ് കുറയാണ്. അന്നത്തെ ദിവസത്തിൽ പടച്ചവനോട് ദുആ ചെയ്യാണ് വേണ്ടത്. നമ്മളെന്താ കാട്ടുക? നമ്മുടെ കുട്ടികളെ ബർത്ത്ഡേ ആയാലും നമ്മൾ കേക്ക് മുറിക്കും, പാട്ട് വെക്കും, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആഘോഷിക്കും. നമ്മൾ അറിയുന്നുണ്ടോ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് ഒരായുസ് പടച്ചവനെ കുറഞ്ഞു പോകുകയാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നില്ല. എന്നിട്ടോ അത്
നമ്മൾക്ക് അങ്ങനെയാണ് ബർത്ത്ഡേ ആഘോഷമായിട്ട് കൊണ്ടെടുക്കുകയാണ്. അങ്ങനെ ആഘോഷങ്ങൾക്കല്ല വേണ്ടത്. അന്നത്തെ ദിവസത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ പുതിയൊരു വർഷത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പുതിയൊരു വർഷത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ആ പുതിയൊരു വർഷത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ അന്നത്തെ ദിവസത്തിൽ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യാണ് വേണ്ടത്. പടച്ച റബ്ബേ, കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് വന്നല്ല അല്ലാഹ്. ഇനിയുള്ള ജീവിതത്തിലേക്ക് ഞാൻ കിടക്കുമ്പോൾ ആ തെറ്റുകളെല്ലാം മായിച്ചിട്ട് എന്നെ ശുദ്ധമാക്കണം. ഈ പുതിയ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ പടച്ച തമ്പുരാനെ, ഹറാമുകളില്ലാത്ത നല്ല ജീവിതം നീ എനിക്ക് തരണേ അല്ലാ. എന്റെ ആയുസ്സിൽ നീ ബറക്കത്ത് തരണേ അല്ലാ എന്ന് അവിടെ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യാണ് വേണ്ടത്. നമ്മളെന്താ കാട്ടുക? നമ്മളൊക്കെ അത് ആഘോഷ, ബർത്ത്ഡേ നമുക്ക് ആഘോഷ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബോധം തരണേ അല്ലാ. ഒരു പുതിയ നല്ലൊരു ജീവിതം വരുമ്പോൾ അല്ലാഹുവേ, അവിടെ നമ്മൾ ആഘോഷങ്ങളുടെ അതിര് കിടക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാതെ അതിനു വേണ്ടി പ്രവർത്തിക്കൂ. അല്ലാഹു ബോധം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സന്തോഷത്തിന്റെ സുദിനം വരുമ്പോൾ, സമയം വരുമ്പോൾ ഒരു ഗിഫ്റ്റ് നമ്മൾ പരസ്പരം കൈമാറുക എന്നത് വളരെ കുടുംബജീവിതത്തിന്റെ സമാധാനത്തിന്, സന്തോഷത്തിന് പറ്റുന്ന കാര്യമാണ്. അടുത്തത് എന്താണ്? അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്ക് ഒരുപാട് പരാതി പറയാനുണ്ടാകും. കുടുംബജീവിതത്തിൽ ഭർത്താവിന് ഒരുപാട് പരാതി നമ്മോട് പറയാനുണ്ടാകും. ഈ പരാതികൾ, ഭർത്താവിന്റെയും ഭാര്യയുടെയും പരാതികൾ, പടച്ച റബ്ബേ, അവിടെ നിന്ന് പരസ്പരം കേൾക്കാനുള്ള മനസ്സ് നമുക്ക് വേണേ. ഭാര്യ പരാതി പറയുമ്പോ ഭർത്താവ് പറയുകയാണ്, മതി, നീ പറഞ്ഞത് കുറെയായല്ലോ, നീ പറയാൻ തുടങ്ങിയിട്ടോ എന്ന് പറഞ്ഞിട്ട് അവഗണിക്കാൻ പാടില്ല. ഭർത്താവ് പറയുമ്പോഴും ഭാര്യ അവഗണിക്കാൻ പാടില്ല. പരസ്പരം എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം രണ്ടുപേരുടെ പരാതികളും കേട്ടിട്ടോ, എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്നുണ്ടല്ലോ അതിന്റെ പരിഹാരം നമ്മൾ കാണലാണ്. ഭാര്യക്കുണ്ടാകും കുറെ. ഭർത്താവ് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഭാര്യക്ക് പറയാനുണ്ടാകും, അല്ലേ? ഉണ്ടാകും. ചില ഭാര്യമാരൊക്കെ അങ്ങനെ ഉണ്ട്. അല്ലാഹുവേ, എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഭർത്താവ് എന്ത് ചെയ്യണം? എൻ്റെ പെണ്ണ് പറയുന്ന കാര്യങ്ങളെല്ലാം ഭർത്താവ് കേട്ടിരിക്കണം. അല്ലേ? മനസ്സിലായോ? എന്നിട്ട് ഭർത്താക്കന്മാര് പറഞ്ഞു കൊടുക്കണം. അതിൽ തെറ്റുണ്ടെങ്കിൽ ഭാര്യ തിരുത്തി കൊടുക്കണം. അതിൽ തെറ്റുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യക്കത് തിരുത്തി കൊടുക്കണം. ഇനിയോ ഭാര്യ ഭർത്താവിന് എന്തെങ്കിലും അങ്ങോട്ടുണ്ടെങ്കിൽ തന്നെ അതും ഭാര്യ കേൾക്കണം. എന്നിട്ട് പറയണം, ഇക്ക, ഇത് അങ്ങനെയല്ലല്ലോ, അത് ഇങ്ങനെയാണല്ലോ എന്ന് തിരുത്തി കൊടുക്കാൻ ഓരോ ഭാര്യക്കും കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, പടച്ച റബ്ബേ, മദ്യപിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അല്ലാഹുവേ, പടച്ച റബ്ബേ, കമന്റിൽ കണ്ടു. അല്ലാഹുവേ, പടച്ചോനെ, അതിൽ നിന്ന് മാറാനുള്ള നല്ലൊരു മനസ്സ് നീ കൊടുക്കണേ റഹ്മാനെ. അതിൽ നിന്ന് മാറാനുള്ള നല്ലൊരു മനസ്സ് നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം കെടുത്തുന്ന ഒരവസ്ഥയും നീ കൊടുക്കല്ല റഹ്മാനെ. പടച്ചോനെ, അങ്ങനത്തെ ഒരവസ്ഥയും നീ കൊടുക്കല്ല റഹ്മാനെ. ആ പ്രിയപ്പെട്ട സഹോദരന് ആ ഒരു ലഹരിയിൽ നിന്ന് മാറി നല്ലൊരു ചിന്ത, നല്ലൊരു ബോധം അല്ലാഹുവേ നീ കൊടുക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, വീണ്ടും അവിടെ നിന്ന്, അല്ലേ, ഭാര്യയ്ക്ക് സങ്കടം പറയാനുണ്ടാവും.
ഭർത്താവിന് സങ്കടമുണ്ടാകും. ഭാര്യ സങ്കടം പറയുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ ആ ഭാര്യയുടെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കിടപ്പറയിൽ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഭാര്യയും ഭർത്താവും ഇരുന്നിട്ട് ഭാര്യ പരാതി പറയുമ്പോൾ, സങ്കടം പറയുമ്പോൾ, വിഷമം പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ആ വിഷമത്തെ പരസ്പരം നമ്മൾ കേൾക്കണം. പരസ്പരം നമ്മൾ കേൾക്കുക. എന്നിട്ട് അതിന്റെ പരിഹാരം നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിന്റെ പരിഹാരം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആറാമത്തെ കാര്യം എന്തെന്നറിയോ? ഭാര്യയുടെ ആരോഗ്യനില ഭർത്താവ് അറിയണേ. ഭാര്യയെ വീട്ടിൽ പണിയെടുക്കാനുള്ള മെഷീനാക്കിയിട്ടോ ഭർത്താവ് മാറ്റാൻ പാടില്ല. ഭർത്താവിന്റെ ഉമ്മ മാറ്റാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ ആൺമക്കളെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ മരുമക്കളെ നിങ്ങളുടെ വീട്ടിനകത്ത് പണിയെടുക്കാനുള്ള മെഷീനാക്കിയിട്ട് നിങ്ങൾ കൂട്ടരുത്. നിങ്ങള് ആ ഒരു ഗണത്തിൽ പെടുത്താൻ പാടില്ല. ഭർത്താവിനെ അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ എൻ്റെ വീട്ടിൽ എൻ്റെ തിരുമ്പാനും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനും എനിക്ക് എൻ്റെ മക്കളെ നോക്കാനുമുള്ളൊരു മെഷീനാക്കിയിട്ട് നിന്റെ ഭാര്യ നീ കണക്കാക്കരുത്. എന്റെ ഉമ്മാക്ക് വേണ്ടിട്ട് ഉമ്മാനെ നോക്കാനാണ് ഞാൻ പെണ്ണെട്ടിക്കുന്നത് ചില ആൾക്കാർ പറയും. അങ്ങനത്തെ ആൾക്കാരെ മണ്ടക്ക് കൊടുക്കണം. ചെയ്യാൻ പാടില്ല. ഉമ്മാനെ നോക്കാനല്ലല്ലോ പെണ്ണിട്ടേണ്ടത്. ആണോ? ഒരു പെണ്ണ് ആ പെണ്ണിന്റെ വീടും തന്റെ നാടും തന്റെ സമൂഹവുമെല്ലാം വിട്ടിട്ട് പോരുന്നത് ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയാണെന്ന് ഓരോ ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ഭർത്താക്കന്മാരും അറിയണം. ഒരു പെണ്ണ് നമ്മുടെ കൂടെ വരുമ്പോ, ഒരു പെണ്ണ് നമ്മുടെ കൂടെ വരുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ, ആ ഭർത്താവ്, ആ പ്രിയപ്പെട്ട ഭർത്താവ് മനസ്സിലാക്കണം, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, നല്ല ജീവിതത്തിന് വേണ്ടി, എൻ്റെ കുടുംബ ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഓരോ ഭർത്താക്കന്മാരും അറിയണം. അള്ളാഹു ബോധം തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യയുടെ ആരോഗ്യനില ഭർത്താവ് മനസ്സിലാക്കണം. ഭാര്യന്റെ ആരോഗ്യനില ഭർത്താവ് മനസ്സിലാക്കണം. അവൾക്ക് തലവേദന വന്നു, ഭർത്താവ് അത് സാരല്ല, അത് സാരല്ല. പടച്ച റബ്ബേ, അങ്ങനെ പറയാൻ പാടില്ല അല്ലേ? അത് നിസ്സാരമാക്കി കളയാ, പറയരുത് അങ്ങനെ. സ്വന്തം ശരീരത്തിന് തലവേദന വന്നാൽ എത്ര പ്രയാസം ഉണ്ടാകും, അതേപോലെ ഭാര്യക്കുണ്ടാകൂലേ അല്ലേ? മനസ്സിലാക്കണം നമ്മള്. അല്ലാഹുവേ, പടച്ചോനെ, നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. അതേപോലെ തന്നെ ഓരോ ഉമ്മമാരും മനസ്സിലാക്കേണ്ട എന്താ അറിയങ്ങള്? നിങ്ങളെ വീട്ടില് നിങ്ങളുടെ പെൺമക്കള്, മരുമക്കളെ, പെൺമക്കളെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മകൻ വിവാഹം കഴിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പെൺമകളെ മറ്റൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടിട്ട് നിങ്ങൾക്ക് അതുപോലത്തെ, നിങ്ങളുടെ മക്കൾക്ക് അതുപോലത്തെ ഒരു പ്രയാസമാണ് വന്നതെങ്കിൽ ഇത്ര വലിയ വേദന ഉണ്ടാകും അല്ലേ? ഒന്ന് ആലോചിച്ചാണ് നിങ്ങള്. എന്ന പോലെ തന്നെയല്ലേ അവരുടെ വാപ്പയും ഉമ്മയും നമ്മളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിടുന്നത്. നമ്മളെ വീട്ടിലേക്ക് വിടുമ്പോ എന്റെ മകൾ സേഫ്റ്റിയാണ്, എന്റെ മകൾ നല്ല ജീവിതം നയിക്കട്ടെ പടച്ചു തമ്പുരാനെ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ? അത് മനസ്സിലാക്കിയിട്ടല്ലേ അവരിങ്ങോട്ട് വിടുന്നത്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ സമാധാനം തരണേ റഹ്മാനേ, നന്മ തരണേ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മരുമക്കൾ നമ്മോടൊരു കാര്യം പറയുമ്പോൾ, ആ പ്രിയപ്പെട്ട മരുമക്കൾ നമ്മോട് ഒരു വിഷമങ്ങൾ പറയുമ്പോൾ, വേദനകൾ പറയുമ്പോൾ, സ്വന്തം മക്കൾ എങ്ങനെയാണ് നമ്മോട് വേദനകൾ പറയുന്നത് അതുപോലെ നമ്മൾ മനസ്സിലാക്കാനുള്ള മനസ്സിന്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മോട് വന്നിട്ട് വിഷമം പറയും, ഉമ്മാ എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മുടെ മക്കൾ നമ്മോട് വിഷമം പറയും.
പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ എത്രത്തോളം വേദനയും വിഷമവും നമുക്കുണ്ടോ അതേപോലെയാകണം നമ്മുടെ മരുമക്കളും നമ്മോട് ബുദ്ധിമുട്ടും പ്രയാസവും വേദനകളൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകേണ്ടത്. അല്ലാഹു തആല ബോധം തരട്ടെ. ഓരോ മരുമക്കളും അതേപോലെ തന്നെയാണ്. എന്റെ ഭർത്താവിന്റെ ഉമ്മയല്ല, എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്ന് പറയുന്നത് അത് എന്റെയും കൂടെ ഉമ്മയാണ് എന്നെന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ച റബ്ബേ, നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്റെ ഭർത്താവിന്റെ വാപ്പയല്ല, ഇത് എന്റെ ഉമ്മയും കൂടെയാണ് എന്ന് ഓരോ മരുമക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് ഭർത്താവ് തിരിച്ചും ഇത് എന്റെ ഭാര്യയുടെ ഉമ്മയല്ല, ഇത് എന്റെ ഉമ്മയാണെന്ന് മനസ്സിലാക്കണം, ഇത് എന്റെ ബാപ്പയാണെന്ന് മനസ്സിലാക്കണം. ഓരോ ഭർത്താക്കന്മാരും ഭാര്യന്റെ ആളുകളെ, മനസ്സിലായില്ലേ? അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു തആല സമാധാനം തരും. എന്ത് പ്രയാസങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അല്ലാഹുവേ പടച്ച റബ്ബേ നമുക്ക് അവസരങ്ങളുണ്ട്, അതിന് നമുക്ക് കഴിയും. അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവിധ വിപത്തുകളിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ, നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയങ്ങള്, നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് സമാധാനം കിട്ടണം അല്ലെ. പിന്നീടുള്ള പരാതി നമ്മുടെ മക്കളെ കൊണ്ടാണ്, നമ്മുടെ മക്കളെ കൊണ്ടാണ്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, നമ്മുടെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അല്ലെ. നമ്മുടെ മക്കൾക്ക് അവരുടെ ഒപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്, അവരുടെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും എന്താ പറയുക, പല രക്ഷിതാക്കളും ചെയ്യും, അവർക്ക് അവരുടെ മക്കളുടെ കാര്യത്തിൽ, അതായത് അവരിങ്ങനെ പഠിക്ക് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക അങ്ങനെ ചെയ്യുന്ന ഉപദേശിക്കുകയാണ് ചില രക്ഷിതാക്കൾ ചെയ്യുക. ഇപ്പൊ പഠിക്കുന്ന വിഷയത്തിൽ തന്നെ ചില കുട്ടികളെ കാണാം, എന്താടാ ഇത് എന്ന് ചോദിച്ചിട്ട് ഉമ്മാരെ അടിക്കുന്നത് കാണും. ഈ കുട്ടിക്ക് ഇത് എന്താണെന്നറിയില്ല, ഈ കുട്ടിക്ക് ഇത് എന്താണെന്ന് അറിയില്ല. ആ കുട്ടിയുടെ കയ്യെ പിടിച്ചിട്ട് നമ്മളൊന്ന് എഴുതി കൊടുക്കുകയൊന്നും ചെയ്യൂല. പക്ഷെ എങ്ങനെ പഠിപ്പിക്കാം, എന്താടാ ഇത് പറയടാ അല്ലെ. ഇങ്ങനെയാണ് എന്ത് ചെയ്യാ ചില രക്ഷിതാക്കള് കുട്ടികളോട് ചെയ്യാ. എന്നിട്ട് ഈ കുട്ടിക്ക് അറിയാം, പാവങ്ങൾ ഇത് ഉമ്മാനെങ്ങനെ ഈ വടി പിടിച്ച് നിൽക്കുമ്പോ കുട്ടി വിചാരിക്കണം, പഠിച്ചോനെ ഇത് എന്തോന്ന് സാധനം. പിന്നെ ഉമ്മാനോട് സ്നേഹം ഉണ്ടാകുമോ, ഉമ്മ പറഞ്ഞത് കേൾക്കോ? നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് മുതൽ നമ്മൾ തുടങ്ങണം. നമ്മൾ നല്ലത് ശ്രദ്ധിച്ചു തുടങ്ങണം. അവർക്ക് നമ്മൾ അദബുൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എന്ന് എഴുതി കൊടുക്കുമ്പോൾ, എന്റെ കുട്ടിക്ക് ഇത് എഴുതാൻ കഴിയുന്നുണ്ടോ എന്നെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് കുട്ടിയെ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ അതൊന്നും കാട്ടൂല, എഴുതടാ എന്ന് നമ്മൾ ആദ്യം പറയാം. എന്ന് എഴുതടാ, ടീച്ചർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറയാ. ചെയ്യരുത് അങ്ങനെ. നമ്മൾ ഈ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളിൽ അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നിങ്ങളുടെ മരുമക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തിരുത്തി കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അവിടെ മുതൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല തർബിയത്ത് കൊടുത്തു വരണം. അത് എഴുതി പഠിപ്പിച്ച് മഗ്‌രിബിന്റെ മുമ്പ് നമ്മുടെ മക്കളെ നമ്മൾ വീട്ടിനകത്ത് വുളൂ ചെയ്തിട്ട് നമ്മൾ കയറ്റണം. മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അവരെല്ലാ കാര്യങ്ങളും ഫ്രഷായി നല്ല മാറ്റി തസ്ബീഹ് ചൊല്ലി വീട്ടിനകത്ത് അവരിയ്ക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഗ്‌രിബ് നമസ്കരിക്കട്ടെ. ആ മഗ്‌രിബിന്റെ ശേഷം പരിശുദ്ധ ഖുർആൻ അവരെടുത്ത് പ്രത്യേകം ഓതട്ടെ. മദ്രസ ഉസ്താദ് പഠിപ്പിച്ചത് മാത്രമല്ല ഓതേണ്ടത്. ഇന്ന് അങ്ങനെ ആയിട്ടുണ്ട്, മദ്രസയിൽ ഉസ്താദ് ഏതാടാ എടുത്തത് എന്ന് ചോദിക്കുകയാണ് ഉമ്മാര്. അതല്ല വേണ്ടത്. മഗ്‌രിബിന്റെ മുമ്പ് നമ്മൾ സൂറത്ത് യാസീൻ നമ്മുടെ കുട്ടികളോട് ഓതാൻ പറയണം. മഗ്‌രിബിന്റെ ശേഷം നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സൂറത്തുൽ യാസീനും സൂറത്തുൽ വാഖിയയും എന്തെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനോട് ഒരു ദിവസം ഓതാൻ പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ ഓതുന്നത് നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മൾ ഓതിപ്പിക്കണം. നമ്മളതല്ല ചോദിക്കുക, ഇന്ന് എന്താണ് ഉസ്താദ് ഇന്ന് എന്താണ് നിങ്ങൾക്ക് ഓതാൻ പറഞ്ഞിട്ടുള്ളത്, അത് മാത്രം ഓതിപ്പിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, പടച്ച തമ്പുരാനെ, അല്ലാഹുവേ രക്ഷിതാക്കളാണെന്ന്. അതുകൊണ്ട് നമ്മുടെ കുട്ടിയൊക്കെ എന്താവണില്ല, അത് മനസ്സിലാവണില്ല. ഇതിന്റെ അപ്പുറവും ഓതാനുണ്ട് എന്ന് നമ്മുടെ കുട്ടിയൊക്കെ അറിയണില്ല. പിന്നെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മദ്രസ പഠനത്തിൽ അല്ലെ, സ്കൂൾ പഠനത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, അവിടെ മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകൂല. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുന്നില്ല. കഴിഞ്ഞത് കുറച്ചു മുമ്പ് എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറയാൻ, അദ്ദേഹത്തിന്റെ ബന്ധത്തിലുള്ള ഒരു
ഒരു സഹോദരൻ, ആ സഹോദരന്റെ മകളുമായിട്ടുള്ളൊരു പരാതി ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൗൺസിലുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ചെറിയൊരു ഇഷ്യൂസുമായിട്ട് വന്നപ്പോൾ, കൗൺസിൽ പരമായിട്ട് വന്നപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ആ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോട് പറയാണ്, ഉസ്താദേ ഞാൻ ആ കുട്ടിയെ കൗൺസിൽ ചെയ്തു. ആ കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയാണ്, വീട്ടുകാർക്ക് വല്ലാത്ത പരാതിയാണ് ആ കുട്ടിയെ കൊണ്ട്. കുട്ടി പഴയതുപോലെയല്ല, മറ്റൊരു അന്യ മതസ്ഥ സുഹൃത്തിനെ കൊണ്ട് വല്ലാത്ത സ്നേഹത്തിലായിക്കാണ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയുമായിട്ട് പടച്ചറബ്ബേ ഈ കുട്ടിയുമായിട്ട് അവർ വരികയാണ്. ആ പരാതി വന്ന് പറഞ്ഞപ്പോൾ, ഈ കുട്ടിയെ കൗൺസിൽ ചെയ്തപ്പോൾ, അല്ലാഹുവേ പടച്ചറബ്ബേ ആ കൗൺസിൽ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോട് പറയാണ്, അല്ലാഹുവേ എന്തൊരു വല്ലാത്ത വേദന എന്നറിയോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഉമ്മ കൊടുക്കാത്ത സ്നേഹം, തന്റെ വീട്ടിൽ നിന്ന് ബാപ്പ കൊടുക്കാത്ത സ്നേഹം എനിക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് ഈ പ്രിയപ്പെട്ട അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ കൈ പിടിച്ച് കറങ്ങാൻ, അവന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് അതാണ് എന്നെ സഹായിച്ചത് എന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമകള് പടച്ചോനെ വാപ്പാനെയും ഉമ്മാനെയും അവിടുന്ന് തള്ളി മാറ്റിയിട്ട് പറഞ്ഞ വർത്താനാണ്. നിങ്ങൾക്കറിയുമോ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരൊറ്റ അശ്രദ്ധ കൊണ്ട് ഭാവി തലങ്ങളിൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, നമ്മുടേതല്ലാതെയായി മാറും. അവർക്ക് നമ്മൾ ചെറുപ്പം മുതൽക്ക് നമ്മൾ സ്നേഹം കൊടുക്കണം. ആ സ്നേഹം വേണ്ടതുപോലെ അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, ആരാണോ റോഡരികുന്നവർക്ക് സ്നേഹം കൊടുത്തത്, ആരാണോ സ്കൂളിന്റെ വരാന്തയിൽ നിന്ന് അവരെ കയ്യെ പിടിച്ചിട്ട് സ്നേഹം കൊടുത്തത്, ആ സ്നേഹം കൊടുക്കുന്നവന്റെ കൂടെ നമ്മുടെ പെൺമക്കൾ ഇറങ്ങിപ്പോകും. അല്ലാഹു തആല ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അങ്ങനെ സ്നേഹം കൊടുക്കാനും കുറച്ച് ആൾക്കാർ ഇന്നുണ്ട്, മനസ്സിലായോ? അങ്ങനെ സ്നേഹം കൊടുക്കാനും ഇന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ വല വീശി നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ അറിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കല്യാണം കഴിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ആൺമക്കളെ നമ്മൾ ആൺമക്കള് കല്യാണ പ്രായമെത്തിയാൽ വിവാഹത്തിന്റെ തലേ ദിവസം നമ്മൾ നമ്മുടെ മക്കളെ ഇരുത്തിയിട്ട് പറയണം, മോനെ നിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പെണ്ണ് കടന്നു വരികയാണ്, പുതിയൊരു ജീവിതത്തിലേക്ക് നീ കാലെടുത്ത് വെക്കാൻ. ആ പെൺകുട്ടി നീ പ്രായപൂർത്തിയായിട്ടേ ഉള്ളൂ, പടച്ചറബ്ബേ ജീവിതത്തിലേക്ക് നിന്നെക്കാളും പ്രായം കുറവാണ്, നിന്നെക്കാളും പക്വത കുറവില്ല കുട്ടിയായിരിക്കും. പക്ഷെ ആ കുട്ടിയോട് നീ ഒരിക്കലും ദേഷ്യപ്പെട്ടു പോകരുത്, ഒരിക്കലും ആ കുട്ടിയെ നീ വേദനിപ്പിക്കരുത്. എന്റെ പ്രിയമുള്ളവരെ, അവൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും, നീ അത് നിറവേറ്റി കൊടുക്കൽ നിന്റെ ബാധ്യതയാണ്. അവളെ നീ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് എന്റെ പ്രിയമുള്ളവരെ ഓരോ ആൺമക്കൾക്കും വാപ്പയും ഉമ്മയും ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കലുണ്ടോ? നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിക്കാഹിന്റെ എല്ലാ കാര്യം ചെയ്യും, കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷേ ഈ വേണ്ടതായിട്ടുള്ള ഉപദേശം കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ആൺമക്കൾക്കും പെൺമക്കൾക്കും നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ മകളെ കെട്ടിക്കുമ്പോൾ നമ്മൾ പറയാം, നീ ഒരു അന്യ വീട്ടിലേക്കാണ് പോകുന്നത്, അത് നിന്റെ വീടാണ്, നിന്റെ ഭർത്താവിന്റെ ഉമ്മ അത് നിന്റെ ഉമ്മയാണ്, നിന്റെ അവന്റെ വാപ്പ നിന്റെ വാപ്പയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങൾ അത് നിന്റെയും സഹോദരങ്ങളാണ് എന്നെന്റെ പ്രിയമുള്ളവരെ ഓരോ പെൺമക്കൾക്കും നമ്മൾ ഇരുത്തിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അവർക്ക് പ്രത്യേക സ്വഭാവക്കാരായിരിക്കും, മനസ്സിലായോ? അതുകൊണ്ട് നമ്മളടുത്തൊരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അല്ലേ? അങ്ങനെ എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് നല്ലത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, മനസ്സിലായി? അവരനുസരിക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതുവരെ ഉള്ളത് പോലെയല്ല, നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോകുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ പെൺകുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യണം? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളൊക്കെ കെട്ടിച്ചതല്ലേ? നിങ്ങളുടെ മക്കളൊക്കെ ആൺമക്കളൊക്കെ എന്റെ പ്രിയമുള്ളവരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതല്ലേ? ആരെങ്കിലും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ മകളെ വിവാഹം കഴിച്ചിട്ടൊരു ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആ ഭർത്താവിന്റെ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മുടെ മക്കൾ വന്നിട്ട് നമ്മുടെ വീട്ടിനകത്ത് വന്ന് ഉമ്മാനോടും ബാപ്പാനോടും പറയാണ്. അത് പറയുമ്പോ പല ഉമ്മയും ബാപ്പയും പറയാണ്, എന്റെ പ്രിയമുള്ളവരെ, അത് സാരല്ല, അത് നാളെ തീരും, മറ്റന്നാ തീരും. ഇങ്ങനെയുള്ള വർത്താനം പറയരുത്. അതിന്റെ മുമ്പ് നമ്മുടെ കുട്ടിയോട് അങ്ങനെ പറഞ്ഞാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുക എന്നുള്ളത് ഓരോ ബാപ്പയുടെയും ഉമ്മയുടെയും കടമയാണ് എന്റെ പ്രിയമുള്ളവരെ.
മനസ്സിലാക്കണം. നമ്മളങ്ങനെ പറയും, അത് സാരല്ല, അത് കുഴപ്പമില്ല, ഇങ്ങനെ ചില രക്ഷിതാക്കൾ പറയാറുണ്ട്. പറയാൻ പാടില്ല കേട്ടോ. പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അത് വേദനിക്കും. അവര് നമ്മോടൊരു കാര്യം വന്നിട്ട് പറയുന്നത്, എന്റെ വാപ്പ എനിക്കൊരു വിഷമം വരുമ്പോ എന്റെ കൂടെയുണ്ട്, എന്റെ ഉമ്മ എനിക്കൊരു വിഷമം വന്നപ്പോ എന്റെ കൂടെയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അല്ലാഹുവേ വാപ്പയും ഉമ്മയും എന്റെ വീട്ടിൽ നിന്ന് പറയുന്നത്. അത് സാരമില്ല, അവന്റെ സ്വഭാവമെല്ലാം മാറിക്കോളും, അവന്റെ ഉമ്മാന്റെ സ്വഭാവം മാറിക്കോളും, ഇനി എന്നെ ഉപദ്രവിക്കില്ല. പടച്ചുറപ്പേ, അതൊക്കെ കുടുംബജീവിതമാകുമ്പോ അങ്ങനൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഉമ്മമാരും വാപ്പമാരും അവരോട് പറയുകയാണ്. പടച്ചുറപ്പേ, ഈ പെൺകുട്ടി അതാ ഭർത്താവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്നാൽ ഇതിന്റെ സമാധാനമില്ല. ഭർത്താവിന്റെ വക ഉപദ്രവങ്ങളുണ്ട്, ഭർത്താവിന്റെ ഉമ്മാന്റെ വക ഉപദ്രവങ്ങളുണ്ട്, അവരുടെ സഹോദരിമാരുടെ വക ഉപദ്രവങ്ങളുണ്ട്. ഇതെല്ലാം സഹിച്ചിട്ട് ഈ പെൺകുട്ടി വീട്ടിനകത്ത് നീറുകയാണ്. തന്റെ വീട്ടിലേക്ക് സമാധാനത്തിന് വേണ്ടി കടന്നു വന്ന അവിടുന്ന് ഉമ്മയും ബാപ്പയും പറയുന്നത്, പടച്ച തമ്പുരാനെ, അവിടുന്ന് പറയുന്നത്, നിന്റെ ആ വീട്ടിലേക്ക് നീ കടന്നു ചെല്ല്, അതൊക്കെ ഉണ്ടാകും കുടുംബജീവിതമല്ലേ, ഇങ്ങനെ പറയും. അവസാനം ഈ കുട്ടി ഒരു കയറുമ്പോ തീർത്തു എന്ന് എത്രയോ സംഭവങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, അല്ലേ? ഒരുപാട് കുടുംബജീവിതത്തിൽ പെണ്ണുകുട്ടികൾ ആത്മഹത്യ ചെയ്തു ഈ ഒരൊറ്റ കാരണം കൊണ്ട്. അല്ലാഹു നമ്മുടെ പെൺമക്കൾക്ക് നമുക്ക് അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. അപ്പൊ അതും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പറഞ്ഞു കൊടുക്കുമ്പോ ഇങ്ങനെ വിഷമങ്ങൾ വന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചറബ്ബേ, ഇങ്ങനെ വിഷമങ്ങൾ വന്ന് പറയുമ്പോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളെ അവരെ ഈ രൂപത്തിൽ എന്ത് ചെയ്യരുത്, നമ്മള് അവരെ മോട്ടിവേഷൻ ചെയ്യരുത്. അത് നമ്മുടെ കുട്ടി വന്ന് പറയണം, ഇങ്ങനെ വിഷമമുണ്ട് ഉമ്മ എന്ന് പറയുമ്പോ നമ്മൾ സാറില്ല മോളെ എന്ന് പറഞ്ഞാലും അവളുടെ ഭർത്താവിനെ വിളിക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ ഭർത്താവിനെ സ്വകാര്യമായിട്ട് കണ്ടിട്ട് മരുവനെ വിളിച്ചിട്ട് ചോദിക്കണം, എന്താടാ അവൾ ഇങ്ങനെയൊക്കെ ഒരു വിഷമം പറയുന്നുണ്ട്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അവന്റെ അടുത്താണ് തെറ്റിയെങ്കിൽ പിന്നീട് അവൻ അത് ആവർത്തിക്കില്ല. കാരണം ചോദിക്കാനും പറയാനും എന്റെ പെണ്ണുങ്ങൾക്ക് ആളുണ്ടെന്ന് എന്താകും അവനക്ക് മനസ്സിലായോ? ഇനി ഓൻ പറയാണ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ആ സന്ദർഭയോജിതമായിട്ടുള്ള ഇടപെടൽ എന്റെ പ്രിയമുള്ളവരെ ഓരോ മക്കളും ഓരോ രക്ഷിതാക്കളും അവിടെ നടത്തണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ കുടുംബജീവിതത്തിന്റെ സന്തോഷം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഭാര്യയോടുള്ള ഭർത്താവിനുള്ള ഒരു കടമയുണ്ട്. ഭാര്യ അവരുടെ വീട്ടുകാരെ തൊട്ടിട്ട് നിങ്ങൾ തടയാൻ പാടില്ല. ഭാര്യ ചോദിക്കുകയാണ്, ഞാനൊന്ന് എന്റെ വീട്ടിലേക്ക് പോകട്ടെയോ എന്ന് ചോദിക്കുമ്പോ ഭർത്താവ് പറയുന്നു, എന്തിനാ പോകുന്നത്, എന്താ നിനക്ക് ഇപ്പൊ പോകേണ്ട ആവശ്യം എന്താണ്, നീ പോയിട്ട് എന്താണ് കാര്യമുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് പോക്ക് തടയാൻ പാടില്ല. എങ്കിൽ പറയും, ചില ആളുകൾ പറയും ഉമ്മാനോട് ചോദിക്കട്ടെ. ചില ഭർത്താക്കന്മാര് പറയുന്ന ഉമ്മാനോട് ചോദിച്ചോ എന്നിട്ട് പോയിക്കോ, ഉമ്മല്ലല്ലേ കെട്ടിക്കണത്, ഓനല്ലേ കെട്ടിക്കണത്. അതാദ്യം മനസ്സിലാക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മരുമക്കൾ ഉമ്മ ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരെ വിടാനുള്ള മനസ്സ് എന്റെ പ്രിയമുള്ളവരെ ഓരോ ഉമ്മാക്കും ബാപ്പാക്കും വേണം കേട്ടോ. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് അവരുടെ ഭർത്താവിൽ നിന്ന് വരുവാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ അവിടെ തടഞ്ഞു വെച്ചാൽ എത്രത്തോളം വേദന നിങ്ങൾക്കുണ്ടാകും. അതേ വേദന തന്നെയാണ് ആ മാതാപിതാക്കൾക്കും നിങ്ങളുടെ മരുമക്കളുടെ മാതാപിതാക്കൾക്കും ഉള്ളതെന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല ബോധം തരട്ടെ,
അല്ലാഹു നമുക്ക് ബോധം തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്റെ ഉമ്മയെ കാണാനൊന്ന് പോകട്ടെ എന്ന് ചോദിക്കുമ്പോ, ബാപ്പാന്റെ അടുത്തേക്കൊന്ന് പോകട്ടെ എന്ന് ചോദിക്കുമ്പോ ഒരിക്കലും തടയരുത്, ഒരിക്കലും തടയരുത്. തടഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെതിരാണ്. നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാണ്, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നല്ല നല്ല കാര്യങ്ങളിൽ, നല്ല നല്ല പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഇടപെടണമെന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യയോട് ഈ പറഞ്ഞതിന് നിങ്ങൾ എതിര് കാണിച്ചാൽ, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ എതിര് കാണിക്കുമ്പോൾ അത് വിശുദ്ധമായ ഖുർആനിന് എതിരാ, വിശുദ്ധമായ ഖുർആനിന് എതിരാണെന്ന് മനസ്സിലാക്കണേ. അതുകൊണ്ട് ഭർത്താവിന്റെ അടുത്ത് വന്നിട്ട് ഭാര്യ ചോദിക്കുകയാണ്, ഇക്കാ ഞാൻ ഇന്ന് എന്റെ വീട്ടിലേക്ക് പോകട്ടെ, അതിന്റെ സത്യം അന്വേഷിക്കണം, നീയും പോകണം ആ ഭാര്യന്റെ വീട്ടിലേക്ക്. ആ ഭാര്യന്റെ വീട്ടിലേക്ക് ഭർത്താവ് എന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ ഭാര്യ അനുസരിക്കേണ്ടവൾ തന്നെയാണ്. ഭാര്യ അവൾക്ക് പടച്ചുറപ്പെ അനുസരിക്കേണ്ടവൾ തന്നെയാണ്. പക്ഷേ ഭർത്താവിനും ഭാര്യയോട് കടമയുണ്ട് കേട്ടോ. ഈ പറഞ്ഞതെല്ലാം ഓരോ ഭർത്താക്കന്മാരും തന്റെ ഭാര്യയോട് മേൽ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞത് 100% ഓരോ ഭർത്താക്കന്മാരും തന്റെ ഭാര്യമാരിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? അല്ലാഹുവേ പടച്ചുറപ്പേ നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇനിയോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയോ? അടുത്തതായിട്ട് മഹാന്മാര് നമ്മെ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും പഠിപ്പിക്കാൻ, നിന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയോട് നീ അതൊന്ന് ചോദിക്കണേ. തീരുമാനമെടുക്കുമ്പോൾ നിന്റെ ഭാര്യ അറിയണം. നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണ്, നമ്മളെന്തായി, നമ്മൾ ഒരു സൽക്കാരം വിളിച്ചു, നമ്മളെ അയൽവാസിയെ ആരെങ്കിലും ഒക്കെ സൽക്കാരത്തിന് വിളിച്ചു, ഭാര്യ അറിഞ്ഞിട്ടില്ല, വീട്ടില് വാപ്പയും ഉണ്ട്, ആരും അറിഞ്ഞിട്ടില്ല. പെണ്ണുങ്ങളത് അറിയണം, എന്നാലേ നീ വിളിച്ചു കൊണ്ടുവന്നവർക്ക് എന്തെങ്കിലും നല്ല ഫുഡ് കൊടുക്കാൻ കഴിയുള്ളൂ. എന്നിട്ടും ഭാര്യ എന്നെ പറയുന്നത് ഇവിടെ ഒന്നും ഉണ്ടാകൂല, ഇതൊന്നും ഉണ്ടാക്കൂല അല്ലെ. എന്നിട്ട് ആരെ കുറ്റം പറയാ? ഭാര്യനെ കുറ്റം പറയും ഭർത്താവ്. ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മളൊരു എന്ത് തീരുമാനമാകട്ടെ അത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയാൻ നമുക്ക് മനസ്സ് വേണം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് ഭാര്യയും ഭർത്താവും. അതായത് ഒരു തീരുമാനമെടുത്തു, ഭർത്താവിന്റെ ഉമ്മയത് അറിഞ്ഞിട്ടില്ല, ബാപ്പ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വാപ്പയും അറിഞ്ഞിട്ടില്ല, മക്കള് തീരുമാനത്തിട്ട്, മക്കള് ഞങ്ങള് പോകാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കാട്ടുകയാണ്, ഞങ്ങൾ ഇങ്ങനെ കാട്ടാ സമയത്ത് ചെന്നിട്ട് വാപ്പാടും വേണം പറയാൻ. ചെയ്യാൻ പാടില്ല. വാപ്പയോടും ഉമ്മയോടും ചോദിച്ചിട്ട് അവരുടെ തീരുമാനം കൂടെ നമ്മൾ അറിയണം എന്റെ പ്രിയമുള്ളവരെ. മനസ്സിലായോ? അല്ലെങ്കിൽ വാപ്പിയും അറിയെങ്ങനെ മറ്റുള്ളവര് പറഞ്ഞിട്ട്, ആ നിന്റെ മകൻ ഇങ്ങനെ കാട്ടിയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് ചിലപ്പോൾ ചില ഉമ്മാരും ബാപ്പാരും അറിയാം. അതുണ്ടാവാൻ പാടില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, എന്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് ഇന്ന് ഏകദേശം 900ഓളം ആളുകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്‌ലിസിൽ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ലൈവ് കഴിഞ്ഞിട്ടും കഴിയുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് അത് കേൾക്കണം.
എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ലൈവ് കഴിഞ്ഞിട്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് കേൾക്കാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രമിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഒരു തീരുമാനമെടുക്കുമ്പോൾ വാപ്പയെ അറിയണം, ഉമ്മയെ അറിയണം, നിന്റെ ഭാര്യ അറിയണം, അല്ലേ? ഭാര്യ തീരുമാനമെടുക്കുമ്പോൾ ഭർത്താവ് അത് അറിയണം. ഭർത്താവ് ഭാര്യ പുറത്തേക്ക് ബാഗൊക്കെ എടുത്തിട്ട് പുറത്ത് പോയി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഭർത്താവ് പറയും, ഞാൻ ഇന്നാലിന്ന കാര്യത്തിന് പോകാൻ, ഞാൻ ഇന്നാലിന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഭാര്യമാർ, അല്ലെങ്കിൽ ഇന്നാലിന്ന കാര്യത്തിന് ഞാൻ പോകാണെന്ന് പോണ സമയത്ത് മാത്രം ഭാര്യന്റെ അടുത്ത് വന്നിട്ട് പറയുന്ന ഭർത്താക്കന്മാർ ചെയ്യാൻ പാടില്ല. കുടുംബജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുകയാണ്. അവിടുന്ന് വീണ്ടും അതാ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാൻ, تحتلما هباياتها معروف. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഭാര്യയുടെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ ഭാര്യക്ക് സാധിച്ചു കൊടുക്കണം. ഭാര്യ പറയണിക്ക, ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കല്ലേ, എന്താ ശരീരം മറച്ചു നല്ല ഭംഗിയോട് കൂടെ നിന്റെ ഭാര്യ നീ പുറത്തു കൊണ്ടുപോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിന്റെ ഭാര്യ നിന്നോട് പറയാണ്, മോനെ ഇന്ന് നമുക്ക് കടല് കാണാൻ പോകല്ലേ, ഇത് നമുക്കൊരു സിയാറത്ത് ചെയ്യാൻ പോകല്ലേ, നമുക്കൊരു യാത്ര പോകല്ലേ എന്ന് ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഭർത്താവ് അത് ചെയ്തു കൊടുക്കൽ ഭർത്താവിന്റെ കടമയാണ്. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ചില ആൾക്കാർ പറയും യാത്ര ഒന്നും പോകാൻ പാടില്ല എന്ന് പറയും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുനിയാവും ആഖിറവും നമുക്കുള്ളതാണ്. ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഈ ദുനിയാവിന്റെ നിലത്തെ കാര്യങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ട്, ഈ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ട്, എന്റെ പ്രിയമുള്ളവരെ എന്നെ കുറിച്ച് നിങ്ങൾ പഠിക്കണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹ് ഖുർആനിലൂടെ തന്നെ പറഞ്ഞെന്താണ്, ഈ ഭൂമിയിലൂടെ നിങ്ങൾ നടക്കും, എന്നിട്ട് എന്നെ കുറിച്ച് നിങ്ങൾ പഠിക്കും. ചില ആളുകൾ യാത്ര പോകാൻ, ഭാര്യയെ കൊണ്ട് യാത്ര പോകാൻ അവര് മടി കാണിക്കുന്ന ആളുകളുണ്ട്, പോകാൻ പാടില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്, നിഷേധിച്ച ആളുകളുണ്ട്. നിഷേധിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? അള്ളാഹിന്റെ ഖുർആനെ എതിരായി മാറൂലേ? അല്ലേ? അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, ബോധം തരട്ടെ.